ശരിക്കും ഇതൊരുമാതിരി വല്ലാത്തൊരു പടവാണ്. സീരിയസ്ലി ഗയ്സ് നമ്മളൊക്കെയാണ് ആ ഒരു അവസ്ഥയിലെങ്കിൽ എന്റെ പൊന്നടോ എനിക്ക് ആലോചിക്കുന്നത് തന്നെ വയ്യ. ഇതിനകത്ത് കഥ എന്താ വെച്ചാൽ ഇതിനകത്തൊരു ക്യാമറമാൻ ആക്ച്വലി ഒരു ആഡ് കാണുന്നുണ്ട്. ഒരാൾക്ക് ഒരു പേഴ്സണൽ ആയിട്ട് ഒരു ക്യാമറമാനെ വേണം. സോ അത് ആഡ് കണ്ടിട്ട് ഈ പുള്ളിക്കാരൻ ആ ആളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഈ വീടാണെങ്കിൽ ഒരു മലയുടെ മണ്ടയ്ക്കാണ്, ഒറ്റയ്ക്കൊരു വീടാണ്. സോ അവിടെ ചെന്നിട്ട് പുള്ളിക്കാരൻ ചോദിക്കും എന്തിനാണ് ക്യാമറമാനെ ഇതുപോലെ ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറയും എനിക്കൊരു കൊച്ചുണ്ടാകാൻ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ആ ഒരു മൊമെന്റും അതിനുശേഷമുള്ളതും അല്ല അതിന് മുന്നേ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യണം, ഒരു മൂവി പോലെയൊക്കെ ക്യാപ്ചർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞ് പുള്ളി കൺവിൻസ് ആകും. ദെൻ ഈ ക്യാമറമാൻ അവിടെ നിൽക്കും തോറും മറ്റേ ആളുടെ ബിഹേവിയർ ഒക്കെ കാണുമ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് പേടിയൊക്കെ തോന്നുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ക്യാമറമാൻ പിന്നീടാണ് റിയലൈസ് ചെയ്യുന്നത് ഈ ആൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ കൊച്ചുണ്ടാവാൻ പോകാന്നുള്ള കാര്യങ്ങളും അത് ഫിലിം പോലെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫേക്ക് ആണെന്നുള്ളത് മനസ്സിലാവുന്നത്. സോ അതിനുശേഷം എന്ത് സംഭവിച്ചു, ഈ ക്യാമറമാൻ മരിച്ചോ, ക്യാമറമാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ക്യാമറമാൻ എന്ത് പറ്റി എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ പടം ഒന്ന് കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ബേസിൽ പോകുന്ന ഒരു പടമാണ്. സംഭവം ഒരു ഹൊറർ മൂവി ആണെന്ന് ചോദിച്ചാൽ ഹൊറർ മൂവി അല്ല, ബട്ട് എന്നാൽ പോലും ആ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ പേര് മറക്കണ്ട, ക്രീപ്പ് എന്നാണ് സംഭവം. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.